ചേട്ടാ ചായ ഉണ്ടോ? ചായ ഉണ്ടല്ലോ. പീരുമേട്ടിലെ ചായ കണ്ടോ? അപ്പൊ എന്താണ് പീരുമേട്ടിലെ ചായ? ചായ കുടിച്ചു നോക്കാം. എന്നാ കുടിച്ചു നോക്കിയാലോ. കൂടെ എന്താ കഴിക്കാനുള്ളത്? നാടൻ പഴംപൊരി ഉണ്ടല്ലോ. ശരി ചേട്ടാ, അപ്പൊ ആയിക്കോട്ടെ, ഒരു നാടൻ പഴംപൊരി ഒരു ചായ ഇങ്ങോട്ട് പോരട്ടെ. അടിപൊളിയാണ് കേട്ടാ. ബാക്കി കുടിച്ചു നോക്കിയിട്ട് പറയാം. ചായയും പഴംപൊരിയും ഒക്കെ അടിപൊളി. പീരുമേട്ടിലെ ചായ എന്ന് വെറുതെ പേര് മാത്രം ഇട്ടേക്കുന്നതല്ല, അടിപൊളി ചായ തന്നെയാണ്. എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് വ്യത്യാസം മനസ്സിലാവും. വെറും 4 മണി ചായയല്ല. അപ്പോൾ ഈ കട സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പേയാടിനടുത്ത് തച്ചോട്ടുകാവാണ്. തച്ചോട്ടുകാവ് നിന്ന് മലയങ്കിരി പോകുന്ന റോഡിൽ വലതുവശത്തായിട്ട് നിങ്ങൾക്ക് ഈ കട കാണാനായിട്ട് സാധിക്കും. ഒരാഴ്ച ചായ മാത്രമേ ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? സ്പെഷ്യലിന്റെ അയ്യര കളിയാണ് മുട്ട കുൽഫി കഴിക്കാൻ. അടുത്ത് മുട്ട കുൽഫി. ഞാൻ വന്നിറങ്ങിയപ്പോഴേ ബോർഡ് ശ്രദ്ധിച്ചായിരുന്നു. എന്നാ പിന്നെ മുട്ട കുൽഫി കഴിച്ച് നോക്കിയാലോ? നോക്കാം. ശരി, ആയിക്കോട്ടെ. എന്നാ ഓരോ മുട്ട കുൽഫി ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ മുട്ട കുൽഫി അഥവാ എഗ്ഗ് കുൽഫി ഉണ്ടാക്കുന്ന രീതികൾ എങ്ങനെയാണെന്ന് കൂടി മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് കണ്ടാലോ കൂട്ടുകാരെ? എല്ലാവർക്കും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, എഗ്ഗ് കുൽഫി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ മെഷീൻ എന്തിലാണ് ചേട്ടാ വർക്ക് ചെയ്യുന്നത്? ഗ്യാസ് ആണോ അതോ ഇലക്ട്രിക് ആണോ? അപ്പോൾ ഈ എഗ്ഗ് കുൽഫിയുടെ മെഷീൻ എന്ന് പറയുന്നത് ഗ്യാസ് കൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. എഗ്ഗ് കുൽഫി നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന ഐറ്റം ആണോ രാഹുൽ ചേട്ടാ? അതെ, ഇവിടുത്തെ മസാല ഒരു പ്രത്യേക ടൈപ്പ്, അവർ തന്നെ നിർമ്മിച്ചെടുക്കുന്ന മസാലയാണ്. മസാല 8 ഐറ്റം വരെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ കൊച്ചു കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പാകത്തിനാണോ ഈ മസാലകൾ? മുതിർന്നവർക്ക് വരെ കൊടുക്കാൻ പറ്റിയ രീതിയിലാണ് ഞങ്ങളുടെ മസാലയുടെ ക്രമീകരണം തന്നെ. മുതിർന്നവർക്ക് ഏത് രീതിയിൽ ടേസ്റ്റിൽ ഏത് എരിവിൽ വേണോ ഞങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ് ഞങ്ങളുടെ മസാല കൂട്ടുകളെല്ലാം ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്കൊന്നും വന്നിരുന്ന് ആസ്വദിച്ച് കഴിക്കാവുന്ന രീതിയിലാണ് ഞങ്ങൾ കടകളെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായ ഈ കുൽഫി മാത്രമല്ല, പലവിധത്തിലുള്ള മുട്ടകളുടെ രീതിയിൽ ഞങ്ങൾക്ക് അതിലും മസാല ചേർത്ത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം തന്നെ. അപ്പോൾ പലതരത്തിലുള്ള മുട്ട വിഭവങ്ങൾ ഇവിടെ നിന്ന് കിട്ടുമെന്നാണ് രാഹുൽ ചേട്ടൻ പറയുന്നത്. അപ്പോൾ മുട്ട കുൽഫി ഇതാ ഏതാണ്ട് റെഡിയായി വരികയാണ്. അപ്പോൾ അതിലേക്ക് സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ട്, അപ്പോൾ ആ കാഴ്ചയും വളരെ എല്ലാവരുടെയും കണ്ണിനെ കുളിർമ അണിയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. മുട്ട കുൽഫി റെഡിയായി വരുന്ന കാഴ്ച. അതെ, അപ്പോൾ അതിലൊരു മാജിക് ഉണ്ട്, അത് കാണാമെന്ന് ചേട്ടൻ ഇങ്ങനെ പറയണം. അപ്പോൾ പേര് പോലെ തന്നെ മാജിക് കുൽഫി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ എന്താണെന്ന് അതിൻ്റെ ആ മാജിക് നമുക്കിപ്പോൾ ഒന്ന് കാണാം, നേരിട്ട് തന്നെ കാണാം. അപ്പോൾ കുൽഫിയുടെ ഒക്കെ റേറ്റ് എങ്ങനെയാണ് ചേട്ടാ? നമ്മുടെ കുൽഫിക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നായിട്ട് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 40 രൂപയാണ് റേറ്റ് മേടിക്കുന്നത്. ഒരു കുൽഫിക്ക് 40 രൂപ. അതേ സമയത്ത് നമ്മൾ 3 മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് ഞങ്ങൾ കൊടുക്കും. അതെങ്ങനെ മുതലാവും 100 രൂപയ്ക്ക്? അല്ല, നമുക്ക് എണ്ണം കൂടുതൽ പോകുന്നതിനനുസരിച്ച് നമുക്ക് ഈ എല്ലാത്തിനും ചിലവൊന്നാ. അപ്പോൾ ഞങ്ങൾക്ക് മാക്സിമം റേറ്റ് കസ്റ്റമറിലോട്ട് എത്തിക്കാൻ പറ്റും. അതേ സമയത്ത് 6 മേടിക്കുകയാണെങ്കിൽ 200. ഇതിൻ്റെ ഇടയിൽ വേറൊരു വിഷയമുണ്ട്. ഒരെണ്ണം പറഞ്ഞിട്ട് വീണ്ടും 2 പറഞ്ഞു കഴിഞ്ഞാൽ 40 രൂപ തന്നെ ഞങ്ങൾ ചാർജ് ചെയ്യും. ഓർഡർ പറയുമ്പോൾ 3 ഒരുമിച്ച് പറഞ്ഞാൽ മാത്രമേ 100 രൂപയുള്ളൂ. ഓക്കെ, അപ്പോൾ ചേട്ടൻ പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ച് കാണും. ഒരെണ്ണം പ്രത്യേകിച്ച് വാങ്ങുകയാണെങ്കിൽ 40 രൂപയാണ് ഇതിൻ്റെ ചാർജ്. ഒന്ന് ഓർഡർ ചെയ്ത് കുറച്ച് കഴിഞ്ഞ ശേഷം 2 കൂടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓരോന്നിന് 40 രൂപ വെച്ചാവും. കാരണം അതിന് ആ രീതിയിലാണ് അതിൻ്റെ മെഷീൻ്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ. അപ്പോൾ 3 ഒരുമിച്ച് മേടിച്ച് കഴിഞ്ഞാൽ എന്തായാലും 100 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് 3 കുൽഫി കഴിക്കാം. അല്ലെങ്കിൽ 1 മേടിച്ച് കഴിഞ്ഞാൽ 40 രൂപ എന്നാണ് ചേട്ടൻ പറയുന്നത്. ചേട്ടൻ്റെ മസാല കൂട്ടുകൾക്ക് തന്നെ വ്യത്യസ്ത തരത്തിലുള്ള പേരുകളാണല്ലോ. ഇടുക്കി ഗോൾഡ് മസാല, ഷാജി പാപ്പൻ മസാല, അംബാനെ കിളിബോയ് മസാല, തറവാടി മസാല, പൂവാലൻ മസാല, അധോലോകം മസാല, തൊപ്പി മസാല, ഡിങ്കൻ മസാല. കൊച്ചു കുട്ടികളെ പോലും എന്തായാലും ആകർഷിക്കത്തക്ക വിധത്തിൽ തന്നെയാണ് ചേട്ടൻ്റെ പേരിടൽ. അതെന്താണ് ചേട്ടാ ഈ പേര് ഇങ്ങനെ പ്രത്യേകിച്ച് കൊടുക്കാനായിട്ടുള്ള കാരണം? എന്തായിരുന്നാലും ഈ മസാലയ്ക്ക് എനിക്ക് പ്രത്യേകിച്ചൊരു പേരിടാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓരോന്നിനും ഓരോതായിട്ടുള്ള എൻ്റേതായിട്ടുള്ള ഒരു വെറൈറ്റി പേര്, കുഞ്ഞുങ്ങൾക്കുള്ള ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഓരോ പുതിയ കൗതുകമായിട്ടുള്ള പേരുകൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ 8 പേരുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്.
അപ്പോൾ ചേട്ടൻ്റെ 8 മസാലക്കൂട്ടിനും 8 വ്യത്യസ്ത തരത്തിലുള്ള ആകർഷണീയമായ പേരുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. മുട്ടക്കുൽഫി കഴിച്ച് നോക്കട്ടെ, അതിനുശേഷം അഭിപ്രായം കൂടി പറയാം. തീർച്ചയായും. ഇതാ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇതാ മാജിക് കുൽഫി ഇതാ തനിയതാ മേളിലോട്ട് പൊങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ആരും പുറക്കെന്ന് വെച്ച് തള്ളിയൊന്നും വിടുന്നില്ല. തനിയേതാ നമ്മുടെ കുൽഫി റെഡിയായി മേളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കുൽഫി ഇതാ പുറത്ത് വന്നിരിക്കുകയാണ്. മൊത്തം നമ്മൾ 3 കുൽഫിയാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ള. ഒരു കുൽഫിക്കകത്ത് എത്ര മുട്ട ചേരുന്നുണ്ട്? ഓക്കെ, ഒരു കുൽഫിക്കകത്ത് 2 മുട്ടയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ചേട്ടാ, ഈ മസാലകളുടെ പേരൊക്കെ പറഞ്ഞല്ലോ. ഇടുക്കി ഗോൾഡ് മസാല അവൈലബിൾ ആണോ? ആണല്ലോ. ശരി, എന്നാ പിന്നെ ഇടുക്കി ഗോൾഡ് ഇട്ട് തന്നെ. ഒരു കാര്യം ചെയ്യും, ഇടുക്കി ഗോൾഡ് ഒരു സൈഡിൽ തട്ടിക്കോ, ഒരു സൈഡിൽ ഡിങ്കനും കൂടെ തട്ടിക്കോ. രണ്ടും കൂടെ 2 സൈഡിലോട്ട് ഞാൻ ഒന്ന് തട്ടി നോക്കട്ടെ എങ്ങനെ ഇരിക്കും നോക്കാം. ഓക്കെ. ഇതാ നമ്മുടെ അടുത്ത മാജിക് കുൽഫി ഇതാ പൊങ്ങി വരികയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ 3 കുൽഫി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെന്താണെന്ന് ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഈ മസാല കുട്ടികളെല്ലാം തനിയാണ് തയ്യാറാക്കുന്നത്, എല്ലാം സ്വന്തമായിട്ടുള്ള പരിപാടി തന്നെയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 മസാലയും ഒന്ന് തട്ടിയെടുത്ത് നോക്കാം. പിങ്കം മസാലയും ഇടുക്കി ഗോൾഡും ഒക്കെ തട്ടിയിട്ട് ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ, പ്രേക്ഷകരെ, നിങ്ങൾ ഇവിടെ വന്ന് കഴിച്ച് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് സ്വന്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലൂടെ പറഞ്ഞെന്ന് നിങ്ങൾക്ക് ആർക്കും അത് മനസ്സിലാവണമെന്നില്ല. വന്ന് കഴിച്ച് എന്തായാലും അതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ചേട്ടൻ പീരുമേട്ടിലെ കടയിട്ടിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും നമ്മുടെ തിരുവനന്തപുരത്തുള്ള ആൾ തന്നെയാണ്. വീണ്ടും തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം ഏയാട് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് തച്ചോട്ടാവ് നിന്ന് മലയൻകീഴ് പോകുന്ന ഭാഗത്താണ്. അതിൽ വലതുവശത്തായിട്ട് നിങ്ങൾക്ക് തച്ചോട്ടാവ് ജംഗ്ഷനിൽ നിന്നും താഴോട്ട് പോകുമ്പോൾ അല്ലേ, ജംഗ്ഷനിൽ 100 മീറ്റർ താഴോട്ട് വലത്ത് ഭാഗത്തായിട്ട് ചേട്ടൻ്റെ MRA ബേക്കറി കാണാനായിട്ട് സാധിക്കും. രാഹുൽ, അതെ, പീരുമേട്ടിലെ MRA ബേക്കറി എന്നാണ് ഇതിന്റെ പേര്. തീർച്ചയായിട്ടും വളരെ രസകരം. അത് മാത്രമല്ല, വ്യത്യസ്ത തരത്തിലുള്ള പല സംഭവങ്ങളും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട്, സംഭവമല്ല ഉദ്ദേശിച്ചത്, പല രുചിക്കൂട്ടുകളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ഉറപ്പ് കൂടി തന്നുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനുമുമ്പ് ഈ മുട്ടക്കുൽഫിയുടെ ഒന്ന് കഴിച്ചു നോക്കണം. അതിന്റെ അഭിപ്രായം ചെയ്യുന്ന രീതികളൊന്ന് കാണിച്ചു. എന്നാൽ പിന്നെ മസാല ചെയ്യുന്നത്, മസാല മുട്ടക്കുൽഫിയിലേക്ക് പുരട്ടുന്ന രീതിയും കൂടി ചേട്ടൻ കാണിക്കാന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ നമുക്ക് നോക്കിയാലോ. ഈ മസാല നമ്മുടെ ഇടുക്കി ഗോൾഡ്, ഞാൻ ഈ ഭാഗത്ത് മാത്രം ഞാനൊന്ന് ചെയ്താത്തൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇടുക്കി ഗോൾഡിനകത്ത് ഉള്ള കൂട്ട് ചേട്ടൻ്റെ മാത്രം സീക്രട്ട് കൂട്ടാണല്ലേ? എന്തായാലും കഴിക്കാമല്ലോ, ധൈര്യമായിട്ട് കഴിക്കാമല്ലോ അല്ലേ? ഇടുക്കി ഗോൾഡ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് മാറ്റാം. അപ്പോൾ ഇനി കുട്ടികൾ ഇഷ്ടപ്പെടുന്നതാണെന്ന് തോന്നുന്നു ഡിങ്കൻ. അതെ, കുട്ടികൾ ഇഷ്ടപ്പെടുന്നതാണ്. കുട്ടികൾക്ക് വേണ്ടി മാത്രം ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു മസാലയാണിത്. കുട്ടികൾക്ക് വേണ്ടി മാത്രം, കുഞ്ഞു പിള്ളേർക്ക് കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ഈ മസാല ഞാൻ തയ്യാറാക്കുന്നത്. രണ്ടിൻ്റെയും തമ്മിൽ കളർ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എൻ്റെ മസാല കൂട്ടുകളിൽ തന്നെ എന്തായാലും മസാലയിൽ നല്ലൊരു മണം അങ്ങോട്ട് വരുന്നുണ്ട്. കഴിച്ച് നോക്കിയാലേ ബാക്കി അഭിപ്രായം പറയാൻ പറ്റും. എന്തായാലും കഴിച്ച് നോക്കാം. ഓക്കെ, കഴിച്ച് നോക്കി. അപ്പോൾ നമ്മൾ കാത്തിരുന്ന എഗ്ഗ് കുൽഫി ഇതാ റെഡിയായി കിട്ടിയിരിക്കുകയാണ്. പീരുമേട്ടിലെ ചായ കുടിച്ചു, അതിനുശേഷം പഴംപൊരി കഴിച്ചു. ഇപ്പോൾ എഗ്ഗ് കുൽഫിയും കിട്ടിയിരിക്കുകയാണ്. എന്തായാലും ഇതുകൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ അഭിപ്രായം കൂടി നിങ്ങളടുത്ത് അറിയിക്കുന്നതാണ്. അപ്പോൾ ഇടുക്കി ഗോൾഡ് മസാല കഴിച്ചു നോക്കി. ഇതാ ഈ സൈഡിൽ എന്താ കഴിക്കുകയാണ്. ഒരു രക്ഷയില്ല, നല്ല അടിപൊളി മസാലക്കൂട്ട് തന്നെയാണ്. മസാലക്കൂട്ട് കൂട്ടി മുട്ടയൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഡിങ്കൻ മസാല അല്പം കഴിക്കുകയാണ്. ഡിങ്കൻ മസാലയുടെ കാര്യത്തിലും പ്രത്യേകിച്ച് എതിരഭിപ്രായമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണിത്.
മുട്ട കുൽഫി കഴിച്ചായിരുന്നോ? ആ, കഴിച്ചായിരുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ എഗ് കുൽഫി? ഒരു പ്രത്യേകതരം ഒരു സംവിധാനമാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ ജ്യൂസിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? നല്ല ആദ്യമായിട്ടാണോ ഇവിടെ വരുന്നത്? അതെ, ഫസ്റ്റ് ടൈം. ശരി ശരി. ഓക്കെ. ഇപ്പോൾ സ്പെഷ്യൽ ചായയും മുട്ടക്കുൽഫിയും മാത്രമൊന്നുമല്ല, ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബേക്കറി ഐറ്റംസും അവൈലബിൾ ആണ്. ചെറിയ രീതിയിലൊരു ബേക്കറി പർച്ചേസ് ഒക്കെ നടത്തുന്നവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്ന് പർച്ചേസ് നടത്താവുന്നതാണ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി പഴയകാല നൊസ്റ്റാൾജി ആയിട്ടുള്ള ഗോലി സോഡ വേണമെങ്കിൽ അതും ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും. നല്ല അടിപൊളി ഗോലി സോഡയും കൊമ്പൻ ഗോലി സോഡ അതും നമുക്ക് ഇവിടെ നിന്നും വാങ്ങിച്ച് കുടിക്കാൻ സാധിക്കുന്നതാണ്. പീരുമേട്ടിലെ ചായ ഇട്ട് തരുന്ന പീരുമേട്ടിലെ തേയിലപ്പൊടി, സ്ട്രോങ് ക്ലാസിക് ടീ, അടിപൊളി ചായപ്പൊടി. അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചായ കുടിച്ച് നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചായപ്പൊടിയും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ എഗ് കുൽഫി അഥവാ മുട്ട കുൽഫിയൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുകയാണ്, വന്ന് കഴിച്ചു നോക്കിയതിന് ശേഷം അഭിപ്രായം പറയുക. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അഭിപ്രായങ്ങളൊക്കെ ഇവിടെ വന്ന് കഴിച്ച് പോകുന്നവർക്ക് ഇത്തരത്തിൽ കുറച്ച് സ്റ്റിക്ക് നോട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അഭിപ്രായമൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റുകൾ ഇതുപോലെ ആൾക്കാർ വന്ന് ചായ കുടിച്ചതിന് ശേഷമൊക്കെ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ കമൻറ്റുകൾ ഇതിനകത്ത് എഴുതി വെക്കാനുള്ള സൗകര്യവും ഈ ഷോപ്പിൻ്റെ ഓണർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കടയുടെ സമയം, അതായത് ഈ ഷോപ്പ് ക്ലോസ് ചെയ്യുന്നത് രാത്രി ഏതാണ്ട് 11:30 വരെ. എത്ര മണി വരെ? 11 വരെ ഉണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം ഞങ്ങൾ ചെറുതായിട്ട് നേരത്തെ നടക്കും. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും 11:30 വരെ കൃത്യമായിട്ട് ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കും. ഓക്കെ, അപ്പോൾ 11:30 ബേക്കറി സാധനമൊക്കെ വാങ്ങണമെങ്കിൽ കറക്റ്റ് 11:30 വരരുത്, അവർ അടച്ച് വീട്ടിൽ പോകും. ഒരു 11:30 വരെയുള്ള സമയത്തിനകത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്ന സാധനങ്ങളൊക്കെ വാങ്ങാം. ഈ പറഞ്ഞ മുട്ട കുൽഫി ഉൾപ്പെടെ നിങ്ങൾക്ക് അവിടെ ലഭ്യമാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ചേട്ടാ ഇത്രയും നേരം നമ്മളോടൊപ്പം സഹകരിച്ചതിന് വലിയൊരു താങ്ക് യു. അപ്പോൾ ഇനി പുതിയ വിഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ? തീർച്ചയായും എന്നാൽ നമുക്ക് ഒരു വരവ് കൂടെ വരേണ്ടി വരും എന്നാണ് ചേട്ടൻ പറയുന്നത്. ശരി, അപ്പോൾ പുതിയ വിഭവങ്ങളുമായിട്ട് പുതിയ കാഴ്ചകളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഒരിക്കൽ കൂടി കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ് ട്രൈംഫ് അച്ചീവേഴ്സ് ചാനൽ ബൈ അരുൺ. ബൈ.